വിധവകളാവുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് അത്ര തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ജവാന്മാരുടെ വിധവകളാവുക എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു റെസ്പെക്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ റെസ്പെക്റ്റ് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തല്ല, റഷ്യയിലാണല്ലോ ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. സൈനിക നീക്കം എന്നാണ് പറയുന്നത്, യുദ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും. പക്ഷെ ആ രാജ്യത്ത് ഇത്തരത്തിൽ ചൂഷണങ്ങൾ നടക്കുന്നു. അതും സ്ത്രീകൾ തന്നെ ഈ അവരുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയുന്ന ജവാന്മാരെ വെച്ചിട്ട് അവരുടെ ജീവന്റെ വില പേശി വാങ്ങുന്ന ഒരു സാഹചര്യം. അവർക്ക് എന്തോ ഒരു ടെക്നിക്കൽ ടേം കൂടി പറയുന്നുണ്ടല്ലോ, എന്താണത്? അവരെ വിളിക്കുന്നത് ബ്ലാക്ക് വിഡോസ് എന്നാണ്. വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്, ഇത് ഗാർഡിയൻ നൽകിയ റിപ്പോർട്ടാണ്. വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്നലത്തെ ദിവസത്തെ ന്യൂസ് ഓഫ് ദ ഡേ, 10 പ്രധാനപ്പെട്ട ന്യൂസിലൊന്നായിട്ടാണ് ഗാർഡിയൻ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ ഈ ബ്ലാക്ക് വിഡോ തട്ടിപ്പ് വ്യാപകമാകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ നഷ്ടപരിഹാര തുകയുണ്ട്. അത് വലിയ തുകയാണ്. ഒരുപാട് ആളുകൾ റഷ്യൻ സൈന്യം ഉക്രൈനുമായിട്ടുള്ള വാറിന് പരിക്കേറ്റവരും വീരമൃത്യു വരിച്ചവരുണ്ട്. നമുക്കിവിടെ ഈ വീരമൃത്യു എന്ന് പറഞ്ഞാൽ പ്രതിത പറഞ്ഞ പോലെ സൈനികർക്ക് നൽകുന്ന അതേ വീരമൃത്യു നൽകുന്ന അതേ യാത്രയപ്പ്, ആ ധീരപരിവേഷം അവരുടെ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് അവരുടെ വിധവയ്ക്ക് നമ്മൾ നൽകാറുണ്ട്. കരയാതെ ധീരമായി രാജ്യത്തിനെ നോക്കി ആ ധീര ജവാനെ സല്യൂട്ട് ചെയ്യുന്ന ധീര വനിതകളെ, വിധവകളെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മുടെ കഴിഞ്ഞ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പോലും ആ പേര് അങ്ങനെ കടന്നു വന്നു, ഓപ്പറേഷൻ സിന്ദൂർ. ഇവിടെ റഷ്യൻ സൈന്യത്തിന് ഈ ആത്മവീര്യം ഇതൊക്കെ ഉണ്ട്, സൈനികർക്ക് ബഹുമതികളെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു വലിയ തട്ടിപ്പ് നടക്കുന്നു. ആ തട്ടിപ്പ് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ബ്ലാക്ക് വിഡോസ് എന്ന് ഈ തട്ടിപ്പിനെ വിളിക്കാൻ കാരണം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബ്ലാക്ക് വിഡോസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ചിലന്തികൾ ഈ ബ്രസീലിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം ചിലന്തി. വടക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട് ഈ പറയുന്ന ചിലന്തികൾ. ആ ചിലന്തികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുവന്ന തരത്തിലുള്ള ഒരു മണി പോലെ ഈ അടിയിൽ ഇങ്ങനെ വയറിന്റെ അടിയിൽ ഒരു അടയാളം ഉണ്ടാവും, ഇങ്ങനെ വരച്ചു വെച്ചതുപോലെ കാണാം. അതിന്റെ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാം നമുക്കൊരു കാഴ്ചയിൽ ഒരു കുറച്ച് ഭീതിതമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള ചിലന്തികളാണ്, വലിയ ചിലന്തികളാണ്. ഈ ചിലന്തികൾ ഇത് ജീവശാസ്ത്രപരമായിട്ട് ഇതൊരു വലിയ ഭീഷണിയുള്ള ചിലന്തി കൂടെ, വലിയ വിഷമുള്ള ചിലന്തികളാണ്. അപ്പോൾ ഇവര് ഇണചേരുമ്പോൾ ഈ ചിലന്തികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പെൺചിലന്തികൾ, ഇതിനു ശേഷം പെൺചിലന്തികൾ നേരെ ഈ ചിലന്തിയെ കൊന്നു തിന്നും, സ്വയം കൊന്നു തിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വയം വിധവയായി മാറുന്ന, വിഡോ ആയി മാറുന്ന ഈ ചിലന്തികളെ ഉദ്ദേശിച്ചാണ് ബ്ലാക്ക് വിഡോസ് എന്ന പേര് വന്നത്. മാത്രമല്ല സ്വന്തം ഇണയെ കൊന്നു തിന്നുക കൂടിയാണ്. അതെ. അപ്പോൾ അത് വലിയൊരു പ്രത്യേക, ഞാൻ പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. മാനസികാവസ്ഥ എന്നല്ല, ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ബ്ലാക്ക് വിഡോസ് എന്ന പേര് ഈ 90കളിൽ റഷ്യൻ ചെച്നിയൻ സംഘർഷ കാലത്ത്, ചെച്നിയൻ യുദ്ധം നടക്കുന്ന സമയത്ത്, ബോറിസ് എൽസിൻ്റെ ഒക്കെ കാലത്ത് ചരിത്രപരമായ ഇതിനൊരു പശ്ചാത്തലമുണ്ടായി. എന്ന് വെച്ചാൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ, ഈ പറയുന്ന പട്ടാളത്തിലുള്ള ആരെങ്കിലും പട്ടാളക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബന്ധുവായിട്ടുള്ള ഭാര്യ, ആരാണോ ഭാര്യ, അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആത്മഹത്യാ സ്ക്വാഡ് നൽകിയ സ്ഫോടന വസ്തുക്കളുമായി ശത്രുക്കളുടെ പാളയത്തിലേക്ക് എന്നിട്ട് അവരെ കൊന്നുകളയും. ധീരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. നമ്മളിവിടെ സതി എന്ന് പറയുന്ന അനുഷ്ഠാനം ഉണ്ടായിരുന്നു. സതി നിർത്തലാക്കിയതാണ്. സതി ഇങ്ങനെയല്ല. അത് പിന്നെ ഭാര്യ ജീവിച്ചിരിക്കാൻ പാടില്ല, അവൾക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ആത്മാഹുതി ചെയ്യുന്ന ഒന്നാണ്. അത് നിരോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചെച്നിയൻ വനിതകളെ അവരെ ഉപയോഗിച്ചിരുന്നു. അപ്പം അന്ന് ഈ വനിതകളെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പദമാണ് ബ്ലാക്ക് വിഡോസ് എന്നത്. ശരിക്കും ഒരു ബ്ലാക്ക് വിഡോസാണ്. അങ്ങനെയുള്ള 2002 കുപ്രസിദ്ധമായ മോസ്കോ തിയേറ്റർ ആക്രമണമുണ്ട്, ഉപരോധം. ആ സമയത്ത് വനിതകൾ പങ്കെടുത്തിട്ടുണ്ട് ഈ ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രതീകവൽക്കരണം നടത്തിയ ഈ ഒരു സംഗതിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് വിഡോസ് എന്ന പേര് ഉണ്ടായത്. ഇവിടെ ഇപ്പം ഈ ബ്ലാക്ക് വിഡോസ് എന്ന ഈ പേര് അന്വർത്ഥമാക്കുന്ന ഈ തട്ടിപ്പ് ഇതെങ്ങനെയാണ് അരങ്ങേറിയത് എന്ന് ചോദിച്ചാൽ,
റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ സൈനികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ വലിയ ഭീമമായ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ വലിയ തുകയാണത്. ആ തുക തട്ടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സ്ത്രീകളെ ഉപയോഗിച്ച് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കരിങ്കന്യക, അതിന് ബ്ലാക്ക് വിഡോസ് നമുക്ക് മലയാളത്തിൽ കരിങ്കന്യക സിനിമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് വിഡോസ് എന്ന് പറയുന്ന ഈ ആത്മഹത്യാ സ്ക്വാഡിനെ ബേസ് ചെയ്തിട്ട് വളരെ പ്രശസ്തമായ സിനിമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊരു ബ്ലാക്ക് വിഡോസ് എന്ന് പറയുന്ന ഒരു മിത്താണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ വലിയ കോൺസ്പിറൻസി തിയറീസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവർ ഈ വ്യാജ വധുക്കളാണ്, വ്യാജ പിന്നെ സ്ത്രീകളാണ്. ഇവരെ സൈനികരെ ഇവരെന്ത് ചെയ്യും വെച്ചാൽ പ്രലോഭിപ്പിക്കും. ഈ വ്യാജ സ്ത്രീകൾ പ്രലോഭിപ്പിച്ച് വിവാഹം കഴിക്കുകയും അവർ യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് ഈ തട്ടിപ്പിൻ്റെ രീതി. ഇതിപ്പം റഷ്യൻ സൈനികർ നിരീക്ഷക അവരകത്തുള്ള അവരുടെ സൈബർ വിങ്ങും അവരുടെ സോഷ്യൽ മീഡിയ വിങ്ങും എല്ലാം ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ സ്പെഷ്യൽ വിങ്ങുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ തട്ടിപ്പിന്റെ സാമ്പത്തിക ലക്ഷ്യം എന്ന് വെച്ചാൽ കോടികളാണ്. റഷ്യൻ സർക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് വലിയ പാക്കേജാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ വൻകിട നിക്ഷേപം പോലെയാണ് ഈ തട്ടിപ്പുകാർക്ക് ഈ പാക്കേജ്. ചെറിയ പാക്കേജ് ഒന്നുമല്ല. എത്രയാണത്? ഒരു സൈനികൻ കൊല്ലപ്പെട്ടാൽ ഒരു കുടുംബത്തിന് ഏകദേശം $60,000 മുതൽ $70,000 എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ വരെ കൊടുക്കും. ചെറിയ എമൗണ്ട് അല്ല. 50 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട്. പ്രതിമാസ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ആ വിഡോയ്ക്ക്, കൊല്ലപ്പെടുന്ന സൈനികന്റെ വിഡോയ്ക്ക്. ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് പോലും $36,000 വരെ സഹായമുണ്ട്. അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ തട്ടിപ്പിന്റെ രീതി മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി കണ്ടെത്തുവര് സ്ത്രീകൾ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്നുകൊണ്ട് ഇവരുടെ ക്യാമ്പുകളുണ്ട്, അതിന് സമീപത്ത് നിന്നുകൊണ്ട് ഈ സ്ത്രീകൾ ഈ ഇരകളെ കണ്ടെത്തുന്നു. ഇരകളാരാണ്? റഷ്യൻ പട്ടാളക്കാർ. അവർ സൈനിക ക്യാമ്പിൽ എപ്പോഴും നിൽക്കുമ്പോൾ വീടൊക്കെ ആയിട്ട് വിട്ടിട്ട് ദൂരെ ആയിരിക്കാം, ഒരുപാട് ദൂരെ സമയം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ പോകാൻ സാധ്യത. തണുപ്പ് കാലമാണ്. അപ്പോൾ ഒരു അവരുടെ ഒരു ഇണയുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ ഒരു സ്ത്രീയുടെ സാന്നിധ്യം സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കും. അപ്പോൾ ഈ സമയത്ത് ഇവർ വന്ന് പതുക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എത്തിച്ചുമായിട്ട് സൗഹൃദം അതിവേഗത്തിൽ സ്ഥാപിക്കും. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സ്ത്രീകളൊക്കെ. അപ്പോൾ സൈനികന്റെ സേവനം എവിടെയാണെന്നറിഞ്ഞ് അവിടേക്ക് ചെല്ലും. ഏത് ഭാഗത്താണ് ഇയാളുടെ സേവനം എന്ന് അറിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ മുഖേനോ അല്ലാതെ മുഖേനോ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലും. അവിടേക്ക് ചെന്നിട്ട് ഇപ്പം നമുക്കറിയാം ഈ സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായി സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക തകർച്ചയുടെ തൊട്ടു പിന്നാലെ അവിടെ നിന്ന് 10,000-കണക്കിന് സ്ത്രീകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഓൾറെഡി അവിടെ ഉണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. ഈ ആളുകളെ ആയിരിക്കും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലെ അവരുടെ അടുത്ത തലമുറയായിരിക്കും ഈ തട്ടിപ്പ് സംഘങ്ങൾ. ഇതിന് പിന്നിലൊരു വലിയ സംഘമുണ്ട്. അപ്പം സൈനികർ യുദ്ധമുന്നണിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ പോയി അവരുമായിട്ട് ബന്ധമൊക്കെ സ്ഥാപിച്ച് അവരുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഇവർ പോകുന്നതിന് മുമ്പ് ഒരു കോളിംഗ് വരും, വാർഫീൽഡിലേക്ക് പോകാനുള്ള ഒരു കോള് വരും. ഈ കോള് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത ആഴ്ച പോകണം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോകണം എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആണ്, പിന്നെ സമയമില്ല. ആ സമയത്ത് നിക്ക് ഓഫ് ദ മൂവ്മെന്റിൽ അവർ വിവാഹം രജിസ്റ്റർ ചെയ്ത് രേഖകളിൽ ഭാര്യ എന്ന പദവി ഉറപ്പിക്കും. അപ്പൊ ഭാര്യയായി, നിയമപരമായിട്ട് ഭാര്യയായി. സൈനികൻ പോയി കൊല്ലപ്പെടാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കൊല്ലപ്പെട്ടാൽ മരണപ്പെടുമ്പോൾ യഥാർത്ഥ കുടുംബാംഗങ്ങളായ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട ധനസഹായം ഔദ്യോഗിക ഭാര്യ എന്ന നിലയ്ക്ക് ഇവർ ഉടനെ പ്രത്യക്ഷപ്പെടുക. കാരണം വലിയൊരു റാക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടനെ രേഖകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് ഒരാൾ കൊല്ലപ്പെടാൻ പോകുന്ന ആർക്കും അറിഞ്ഞുകൂടല്ലോ. പക്ഷെ ഇവർ കൊല്ലപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നേരെ അത് പോയി കൈക്കലാക്കി അപ്രത്യക്ഷരാവും. യഥാർത്ഥ ഭാര്യയും മക്കളും ചെല്ലുമ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം പോയിട്ടുണ്ടാവും. അപ്പം ഈ സൈനിക ബ്ലോഗർമാരുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഡോൺബാസ് മേഖലയിൽ, പ്രത്യേകിച്ച് ലൂഹാൻസ്ക്, ഡോണസ്കി പോലുള്ള യുദ്ധ ഭൂമിയിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്കിടയിലാണ് ഈ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നത്. ഏറ്റുമുട്ടൽ കൂടുതലുള്ളത് അവിടെ ഉക്രൈൻ്റെ പ്രദേശങ്ങളുമാണത്. അതാണ് പിടിച്ചെടുക്കാൻ നോക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് കൂടുതൽ അവർ പോസിബിലിറ്റി കാണുന്നതെന്നാണ്. അപ്പം ദേശീയവാദികളും സൈനിക അനുകൂലികളുമായ ബ്ലോഗർമാർ ഈ പ്രതിഭാസത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. തങ്ങളുടെ സഹോദരങ്ങളായ സൈനികർ വഞ്ചിക്കപ്പെടുന്നത് രാജ്യത്തോടുള്ള വിശ്വാസവഞ്ചനയാണ്, വലിയൊരു വിശ്വാസവഞ്ചനയാണ്. അപ്പോൾ ഈ തട്ടിപ്പുകാരുടെ സംഘങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം വളരെ സജീവമാണ്. അവർ ഇരയെ തേടി ഇത്തരത്തിലുള്ള പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊരു സാമ്പത്തിക തട്ടിപ്പല്ല, യഥാർത്ഥത്തിൽ ഇതൊരു സുരക്ഷാ ഭീഷണിയായിട്ട് കണക്കാക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ചാരപ്രവർത്തനം സംശയിക്കപ്പെടുന്നുണ്ട്. പണത്തിന് വേണ്ടി സൈനികരെ വശീകരിക്കുന്ന ഈ സ്ത്രീകൾക്ക് റഷ്യൻ ചാരപ്രവർത്തകർ വളരെ ഫേമസ് ആണ്. സൈനികരുടെ നീക്കങ്ങളെക്കുറിച്ചും വിന്യാസങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് ശത്രുവിന് കൊടുക്കുമെന്ന് ഇന്റലിജൻസ് സംശയിക്കുന്നുണ്ട്. അത് ഉക്രൈന് വേണമെങ്കിൽ കൊടുക്കാം, മറ്റാർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പം സൈനികരുടെ മനോവീര്യം തകർക്കുന്നുണ്ട്. സൈനികരെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും വഞ്ചിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക്, ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കരിങ്കന്യ തട്ടിപ്പ്, ഈ ബ്ലാക്ക് വിഡോ തട്ടിപ്പ് ശരിക്കും പറഞ്ഞാൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം ഉടനെ തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാർഡിയൻ അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധമേഖലയിൽ വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് കൂടുതൽ കർശനമായ നിയമ പരിശോധനകൾ ഏർപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട് എന്നാണ്. അപ്പം ഇത് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള മരിക്കുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പകരം ചോദിക്കാനായി മക്കളെ വളർത്തി, വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയെ പോലെ മക്കളെ വളർത്തി വലുതാക്കി പകരം ചോദിക്കാൻ ചന്തുമാരെ കൊല്ലാനായി അയക്കുന്ന സ്ത്രീകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വിഡോമാരെ നമ്മൾ വലിയ വീരാംഗനമാരായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നമ്മളെ വടക്കൻ പാട്ടിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള മിത്തുകളിലും യാഥാർത്ഥ്യങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ഇത്തരത്തിൽ ഏടുകൾ കാണാം. എന്നാൽ ഇത് വലിയ ഒരു അപകടത്തിൻ്റെ സൂചനയാണ്. ഇങ്ങനെയൊക്കെ തട്ടിച്ചെടുക്കാൻ മാത്രം ഒരു 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 ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈന്യത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് വിഡോസ്, ഈ ചിലന്തികൾ, ഭർത്താവിനെ തന്നെ ഇണയെ തന്നെ കൊന്നു തിന്നുന്ന ഈ ചിലന്തികൾ, പെൺ ചിലന്തികൾ, ഇതൊരു വലിയ ഭീഷണിയാണ്. ഇത് മറ്റെവിടേക്കെങ്കിലുമൊക്കെ വ്യാപിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും റഷ്യൻ സൈന്യം ജാഗ്രത ഇരിക്കേണ്ട ഒരു കാലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.